മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കാതെ ഇരിക്കെ, എനിക്ക് വിശ്വാസമുണ്ട് ശരണ്യയുടെ കാര്യത്തിൽ. അവൾ മൊഴി മാറ്റി തന്നെ പറയും, നമുക്ക് അനുകൂലമായി തന്നെ മൊഴി പറയും, അത് വിശ്വസിച്ചാൽ മതി എന്ന് അലീനയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഒരു ആശ്വാസമാകുന്നുണ്ട്. ഇനി ശരണ്യയുടെ മൊഴി മാത്രമേ ഉള്ളൂ അവർക്കൊരാശ്വാസം. ശരണ്യ അനുകൂലമായി മൊഴി കൊടുത്താൽ രോഗത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളെന്ന് ബാലേന്ദ്രന് മനസ്സിലായിട്ടുണ്ട്. ഈ സമയത്ത് ശരണ്യയുടെ വീട്ടിലാണെങ്കിൽ ശരണ്യയുടെ അടുത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കോടതിയിൽ ചെല്ലുമ്പോൾ മൊഴി മാറ്റി പറയൽ 4 പേരുമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പറയണം എന്നുള്ള കാര്യം ശരണ്യയുടെ അടുത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മൊഴി മാറ്റി പറയില്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർട്ടിക്കാരൊക്കെ വരുന്നത്. അപ്പോൾ പാർട്ടിക്കാരും സമുദായക്കാരൊക്കെ വരികയാണ്. അവർ വന്നിട്ട് ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ശരണ്യ ഒന്ന് കാണണം. അതിനെന്താ അപ്പം അവർ പറയണം, ഇങ്ങോട്ട് വിളിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ ശരണ്യയുടെ അടുത്ത് ചെല്ലുമ്പം ശരണ്യയുടെ അച്ഛൻ ശരണ്യയുടെ അടുത്ത് പറയാണ്, അവിടെ പാർട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ട്, മോളെ ഒന്ന് കാണണമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ശരണ്യ ഒന്നും മിണ്ടുന്നില്ല. അവർ പുറത്ത് നിൽപ്പുണ്ട്, അവർക്കെന്തോ നിന്നോട് പറയാനുണ്ടെന്ന്. അപ്പോൾ ശരണ്യ പറയാണ്, എനിക്ക് അലീന ചേച്ചി ഒന്ന് കാണണം. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. ആ കാര്യം ഇവിടെ മിണ്ടിപ്പോല്, അവരോടെങ്ങും ആ പേര് പോലും പറഞ്ഞു പോകലെന്നും പറഞ്ഞ് ദേഷിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശരണ്യ ആകപ്പാടെ ഒന്ന് വല്ലാതാവുന്നുണ്ട്. എയുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല കള്ളം പറയാൻ. അലീനയുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ആരും ശരണ്യയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം ഒരച്ഛൻ നിർബന്ധിച്ച് അവരെ പാർട്ടിക്കാരുടെ മുന്നിലേക്ക് ശരണ്യയെ കൊണ്ടുവരികയാണ്. അപ്പം അവർ ശരണ്യയുടെ അടുത്ത് പറയാണ്, ഞാൻ കുട്ടിയെ കാണാൻ വന്നത് നാളെയാണ് കോടതിയിൽ വന്ന് സാക്ഷി പറയേണ്ടത്. അവിടെ വരുമ്പം 4 പേര്, ആ 4 പേര് തന്നെ ആണെന്ന് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കണം. മൊഴി മാറ്റി പറയുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട എന്ന് പറയാണ്. അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയാണ്. അപ്പോൾ കൂടെ നിന്ന ആൾ പറയാണ്, ശത്രുക്കൾ നമുക്ക് എപ്പോഴും ശത്രുക്കളാണ്, അതിലൊരാളെ പോലും വിടേണ്ട ആവശ്യമില്ല, 4 പേര് ശത്രുക്കളാണെന്ന് കൂടെ നിന്ന ഒരാൾ പറയാണ്. അപ്പം ഈ പാർട്ടി നേതാവ് പറയാണ്, നിങ്ങൾ ഈ മൊഴിയിൽ തന്നെ തുടർന്ന് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ വീട് വെക്കാനും ശരണ്യയ്ക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പൈസയും ജോലിയും എല്ലാം വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് സന്തോഷകരമായൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം മൊഴി മാറ്റി പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹായം ഇല്ലാതാവും, അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമെന്ന് പറയുകയാണ്. അന്നേരവും ശരണ്യൊന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛനാണെങ്കിൽ പറയാണ്, അവൾ മൊഴി മാറ്റി പറയത്തൊന്നുമില്ല, ആ 4 പേരുടെ പേര് തന്നെ തിരിച്ചറിയും, അവരെ കണ്ടാൽ തിരിച്ചറിയും എന്ന് ശരണ്യയുടെ അച്ഛൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പം പാർട്ടിക്കാരൻ പറയാണ്, നേതാവ് പറയാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൊള്ളാം, അവിടെ വരുമ്പോൾ മൊഴി മാറ്റി പറയുകയേ ചെയ്യല്ലേ എന്നും പറഞ്ഞ് അവർ പോവുകയാണ്. അങ്ങനെ ശരണ്യ മുറിയിൽ ചെന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ശരണ്യയ്ക്ക് അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാളെ കൊടുക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അപ്പോഴേക്കും ശരണ്യയുടെ അച്ഛനും ഓമനക്കുട്ടനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ശരണ്യയുടെ അച്ഛൻ അവിടെ വന്നിരുന്ന് ശരണ്യെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോൾ എന്താ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താണ്? നാളെ കോടതിയിൽ വന്ന് ആ 4 പേരെയും തിരിച്ചറിഞ്ഞാൽ പോരെ, അതിനിത്രയും വിഷമിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യ പറയാണ്, അച്ഛാ 3 പേര് മാത്രമാണ് പ്രതികൾ, അതിലൊരാൾ ഒന്നും എന്നെ ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ അയാളുടെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയാണ്, നീ അതൊന്നും ആലോചിക്കേണ്ട, ആ രോഹിത് എന്ന് പറയുന്നവനും ആ സ്ഥലത്ത് അന്നേരം ഉണ്ടായിരുന്നല്ലോ, അവൻ നിന്നെ ഉപദ്രവിച്ചില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ നീ അവൻ്റെ പേരും കൂടെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. മാത്രമല്ല അന്ന് നീ 4 പേരുടെ പേര് പറഞ്ഞ്, ഇനി മൊഴി മാറ്റി പറഞ്ഞാൽ നിൻ്റെ മൊഴിക്കൊരു സത്യസന്ധതയില്ലെന്ന് എല്ലാവരും പറയും എന്ന് ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. ശരണ്യ പറയാണ്, അച്ഛാ തെറ്റ് ചെയ്യാത്ത ഒരാളെ എന്തിനാ ഇങ്ങനെ ക്രൂശിക്കുന്നത്? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെയല്ലേ നിൽക്കേണ്ടത്, എൻ്റെ കൂടെ നിന്ന് എനിക്ക് ധൈര്യം തരികയല്ലേ വേണ്ടുന്നത്. ഒരു പാവപ്പെട്ട ഒന്നും ചെയ്യാത്ത ഒരുത്തനെ എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് ശരണ്യ ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയാണ്, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് മോള്, അച്ഛൻ പറയുന്ന കേക്ക്, ആ 4 പേരും കുറ്റക്കാരാണെന്ന് മോള് കോടതിയെ സമ്മതിക്കണം. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ പറയാണ്, നീ അച്ഛൻ പറയുന്ന കേക്ക് മോളെ, ആ സമുദായക്കാരും പാർട്ടിക്കാരും ഒക്കെ പറയുന്ന കേക്ക്, അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് എന്തെങ്കിലും നന്മയുള്ളൂ. അല്ലാത്ത പക്ഷം നീയൊന്ന് ആലോചിച്ച് നോക്ക്, അലീനയെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? നിനക്ക് അലീനയെ കാണണം, അലീന ചേച്ചിയെ കാണണമെന്ന് പറയുന്നുണ്ട്, അവളെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. അവൾ വന്ന് നിന്നെ കുറച്ച് ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും, ആശ്വാസം തരും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ അവൾക്ക് പറ്റുമോ? പക്ഷേ ഇവർ പറഞ്ഞ കേട്ടാൽ നമുക്ക് വീട് എവിടെയെങ്കിലും ഒരു തൂപ്പ് ജോലിയെങ്കിലും അവർ ശരിയാക്കി തരും, പിന്നെ
നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള പൈസയും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ സഹായം ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ നമ്മൾ എന്തിനാ വെറുതെ ഇല്ലാതാക്കുന്നത്? അലീനയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവർ പറയുന്നത് കേട്ടാൽ അവർ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കൊരു ജീവിതം ഉണ്ടാക്കി കിട്ടും എന്നും പറഞ്ഞ് ശരണ്യയുടെ അമ്മ ശരണ്യ ഉപദേശിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചുറ്റും നിന്ന് ശരണ്യയെ എടുത്ത് പ്രസ് ചെയ്യുകയാണ് രോഹിത്തിനെതിരെ മൊഴി കൊടുക്കാൻ, രോഹിത്തിനെ ജയിലിലാക്കാൻ. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് ശരണ്യ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ കൃഷ്ണമോൾ അവിടെ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്നത്. അലീന വരുമ്പോൾ തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ശരണ്യ മൊഴി മാറ്റി പറയുമോ, രോഹിയേട്ടന് അനുകൂലമായി മൊഴി പറയുമോ? അപ്പം അലീന പറയാണ്, എനിക്കറിയത്തില്ല മോളെ, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ചുറ്റിനും നിൽക്കുന്നവർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നാളെ കോടതിയിൽ കാണാം. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, ചേച്ചിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അമ്മയാണെങ്കിൽ പുതിയ വീടെടുത്തു, എന്തിന് എന്ന് അലീന ചോദിക്കുകയാണ്. അത് അമ്മ അങ്ങോട്ട് മാറുവാണെന്ന്, നാളെയോ മറ്റന്നാളോ മാറും, പുതിയ വാടക വീട്ടിലേക്കാണ് മാറുന്നത്. അതുപോലെ ബബിതേച്ചി അമ്മയുടെ കൂടെ പോകാൻ തയ്യാറായിരിക്കുക. അപ്പോഴത്തേക്ക് അലീന ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പം മാഡം ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അമ്മ വരത്തില്ലെന്ന ബബിതേച്ചി പറഞ്ഞ് അമ്മയുടെ തീരുമാനം അങ്ങനെ പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അലീന പറയാണ്, അങ്ങനെയാണെങ്കിൽ മാഡം വന്നില്ലെങ്കിൽ 2-3 ദിവസത്തിനകം ഞാനും ഇവിടുന്ന് പോവും. ഞാൻ പിന്നെ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ കാരണം മാഡത്തിൻ്റെ ഒരു കുടുംബജീവിതം നശിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ മാഡം തിരിച്ചിങ്ങോട്ട് വരുമല്ലോ, അതോടെ പഴയ നിങ്ങളുടെ ജീവിതവും കുടുംബവും ഒക്കെ തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിഷമത്തോടെ അലീന പറയുകയാണ്. ഇത് കേട്ട് സങ്കടപ്പെട്ട് കൃഷ്ണമോൾ ഇരിക്കുകയാണ്.